أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1065 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 6-7 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. صدق الله العلي. സൂറത്തുൽ ഹജ്ജിലെ 6-7 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ പെട്ട 2 ആയത്തുകളാണ്. ഇന്നലെ നമ്മൾ അതിന്റെ ചർച്ച പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ 2 ആയത്തുകളുടെ വിശദീകരണം മാറ്റിവെച്ചതായിരുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തില് സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തില് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു പ്രതിപാദിക്കുകയുണ്ടായത്. ഒന്നാമത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പല ഘട്ടങ്ങളെയുമാണ് പരാമർശിക്കുകയുണ്ടായത്. അതിനൊരു പശ്ചാത്തലമായിട്ട്, ഒരു കാരണമായിട്ട് ഉന്നയിച്ചത്, നിങ്ങൾ പുനരുത്ഥാനത്തിന്റെ കാര്യത്തില്, പാരത്രിക ജീവിതത്തിന്റെ കാര്യത്തില് സന്ദേഹമുള്ളവരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ള നിലക്കാണ് ഇതിന്റെ തുടക്കത്തിൽ പറയുകയുണ്ടായത്. പാരത്രിക ജീവിതം എന്നത്, മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നത് അള്ളാഹുവിന്റെ മുന്നില് ഓരോരുത്തരുടെയും കർമ്മങ്ങളെ വിലയിരുത്തപ്പെടുന്നതിന് വേണ്ടിയായിട്ട് ഓരോരുത്തരും ഹാജരാക്കപ്പെടുക എന്നതൊക്കെ നിങ്ങൾക്ക് വളരെ അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ പിന്നിട്ട കാലവും നിങ്ങൾ കടന്നു വന്ന ഘട്ടങ്ങളും ഒക്കെ തന്നെ അതുപോലെയോ അതിനേക്കാളേറെയോ അവിശ്വസനീയതയുള്ളതാണ് എന്നതാണ്. നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് നിങ്ങൾ ഉയർക്കൊള്ളും, രണ്ടാമതൊരു തവണ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയമാണ് എങ്കിൽ അതിനേക്കാളേറെ നിങ്ങൾക്ക് കൗതുകവും സംശയവും അവിശ്വസനീയതയും ഒക്കെ തോന്നുന്ന ഘട്ടങ്ങളെയാണ് നിങ്ങൾ പിന്നിട്ട് വന്നിട്ടുള്ളത്. അക്കാര്യമാണ് അള്ളാഹു നമ്മൾ ഇന്നലെ വായിച്ച ആയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. നിങ്ങളെ മണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിക്കുകയുണ്ടായത്, പിന്നീട് രേതസ്കണത്തിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, പിന്നെ രൂപഘടന നൽകപ്പെട്ടതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്, അതിനെ തുടർന്ന് ഗർഭപാത്രത്തില് നാം ഏതൊക്കെ ബീജസങ്കലനം നടന്ന വിധത്തില് കഴിയാൻ അനുവദിക്കുന്നുവോ അവ മാത്രമാണ് ഗർഭപാത്രത്തിൽ തങ്ങുന്നത്. അതും ഒരു നിർണിതമായ
കാലത്തേക്ക് മാത്രം. പിന്നീട് നാം നിങ്ങളെ ഒരു ശിശുവായിട്ട്, ഒരു തിഫിലായിട്ട് പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾ കരുത്ത് നേടി വളർച്ചയും പക്വതയും പാകതയും ഒക്കെ ആയി വരുന്ന വിധത്തിൽ നിങ്ങളെ പരിചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സകല സാഹചര്യവും ഒരുക്കി തന്നുകൊണ്ട്. നിങ്ങളിൽ ചിലര് നേരത്തെ മരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവരെ നേരത്തെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ ചിലരെ അള്ളാഹു വാർദ്ധക്യത്തിന്റെ സകല ബലഹീനതകളുടെയും അവസ്ഥകളിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ എല്ലാം അറിഞ്ഞിരുന്നവരായിരുന്ന ആളുകളായിട്ട് അങ്ങനെ ഒരു കാലം പിന്നിട്ടതിന് ശേഷം ഒന്നും അറിയാത്തവനായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ എത്തുന്നു. ഇത് അത്യത്ഭുതകരമായ, അവിശ്വസനീയമായ, പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നു എന്നതും ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉണ്മയുണ്ടായിരുന്നു എന്നതും അതിന്റെ പുറകിലൊന്നും നിങ്ങളിപ്പോ ആരാധിക്കുന്ന ആരാധ്യന്മാരുടെ ഒന്നും ഒരു കരവും പ്രവർത്തിച്ചിട്ടില്ല എന്നതുമൊക്കെ നിങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധം അല്ലെങ്കിൽ ആവശ്യമായ തിരിച്ചറിവ് നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെയുള്ള ഒരു സംഗതിയാണ് ഭൂമിയെ വറ്റി വരണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്ന തരിശായ, ബാരനായ, ഒരു വിത്തുപോലും മുളക്കാത്ത അവസ്ഥയിലുള്ള തരിശു നിലമായി മാറിയ അവസ്ഥയിൽ നാം അവിടെ മഴ വർഷിപ്പിക്കുന്നു. അവിടെ ഭൂമി തുടികൊട്ടുന്നു. അതിന് വലിയ തുടിപ്പും വളർച്ചയും ഉണ്ടാകുന്നു. അവിടെ സകലവിധ സസ്യജാലങ്ങളെയും നാം മുളപ്പിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതും അത്യത്ഭുതകരമായ ഒരു സംഗതി തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലാത്ത, അവിശ്വസനീയമായിട്ട് അനുഭവപ്പെടുന്ന കാര്യം തന്നെയാണ്. നിർജീവമായ, ഫലശൂന്യമായ, സസ്യങ്ങളോ ചെടികളോ മരങ്ങളോ ഒന്നും ഇല്ലാത്ത ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ച് നാം അവിടെ ജീവൻ കിളിർത്തു കൊണ്ടുവരുന്നത്, ചെടികളെ മുളപ്പിച്ച് അവിടെ ഹരിതാപമാക്കി മാറ്റുന്നത്, ഇതൊക്കെ തന്നെ വലിയ അത്ഭുതം അടങ്ങിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസം വരുന്നില്ലെങ്കിൽ നിർജീവമായി കിടന്ന ഭൂമിയിൽ ജീവന്റെ ഒരു കണിക പോലും ഉണ്ട് എന്ന് തോന്നാൻ തരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അതിനെ ജീവസുറ്റതായി, ജീവന്റെ തുടിപ്പുള്ളതായി മാറുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും നിങ്ങൾ പുനരുത്ഥാനത്തില് വിശ്വാസമില്ലാത്തവരായിട്ട് തുടരുകയാണോ എന്നതാണ് പരോക്ഷമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച 2 ആയത്തുകൾ വരുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നത് അള്ളാഹുവാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്. അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം. അവനാണ് എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്ന, എല്ലാറ്റിന്റെയും കാര്യങ്ങളെ സസൂക്ഷ്മം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബ് അവനാണ് എന്നതാണ് ഇതിന് കാരണം. അള്ളാഹു ഇതിനെ എല്ലാറ്റിനെയും ആസൂത്രണം ചെയ്യുന്നു, കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നു. ആ അള്ളാഹുവാണ് ഇതിന്റെ പുറകിലെ യാഥാർത്ഥ്യം എന്നതാണ് ഇങ്ങനെ കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതിനുള്ള കാരണം. വഅന്നഹു യുഹ്യിൽ മൗത, അതുപോലെ നിർജീവമായതിനെ ജീവിപ്പിക്കുന്നവനാണ് അവൻ എന്നതുമാണ് ഇതിന് കാരണം. വഅന്നഹു യുഹ്യിൽ മൗത, മൗത്തായതിനെ, മൗത്ത എന്ന അവസ്ഥയിലുള്ളതിനെ,
മൃതപ്രായമായ അല്ലെങ്കിൽ നിർജീവമായ സംഗതികളെ ജീവനുള്ളവയാക്കുന്നവനാണ് അവൻ. നമുക്കതിന്റെ പല ഘട്ടങ്ങളും രൂപങ്ങളും ഒക്കെ പിന്നിട്ട പല സൂറത്തുകളിലും വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. നിർജീവമായ ഭൂമിയിൽ നിന്ന് ജീവനുള്ള പലതും ഉടലെടുക്കുന്നുണ്ട്, ഉയരെടുക്കുന്നുണ്ട്. ജീവന്റെ സാന്നിധ്യമില്ല എന്ന് നമ്മൾ കരുതുന്ന പല ഘടകങ്ങളിൽ നിന്നുമായിട്ട് അവൻ ജീവനുള്ളതിന്, അത് സസ്യലോകത്തായാലും ജന്തുലോകത്തായാലും ജീവനുള്ള പലതും ഉയരെടുത്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് എന്നതാണ് വസ്തുത. അന്നഹു യുഹീൽ മൗത, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ് അവൻ എന്നതാണ് ഇങ്ങനെ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നതിനുള്ള അടിസ്ഥാനമായിട്ടുള്ളത്. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, മാത്രവുമല്ല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് താൻ. അള്ളാഹുവാണ് യാഥാർത്ഥ്യം. അവൻ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നവനാണ് എന്നല്ല നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതോ സങ്കല്പിക്കാൻ പറ്റാത്തതോ ഒക്കെയായിട്ടുള്ള എന്ത് സംഗതികൾക്കും കഴിവുള്ളവനാണ് താനും അവൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യം എന്ന് പറയാവുന്ന യാതൊന്നുമില്ല. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് വഅന്ന സഅത ആതിയത്തുൻ, മാത്രവുമല്ല അന്ത്യസമയം നിശ്ചയമായിട്ടും സുനിശ്ചിതമാണ്, അത് വരിക തന്നെ ചെയ്യും. വഅന്ന സഅത, സഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, അത് ലോകാവസാനത്തിന്റെ സമയമാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയവുമാണ്. 3 കാഹളമൂത്തുകളെ കുറിച്ചാണ് നമുക്ക് പരാമർശിക്കപ്പെട്ട് കാണാറുള്ളത്. ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രപഞ്ചമാകെ, മനുഷ്യലോകമാകെ പ്രകമ്പനം കൊള്ളുന്ന വിധത്തിലുള്ള ഒരു കാഹളമൂത്ത്. അതിനെ തുടർന്നുള്ള 2ാമത്തെ കാഹളമൂത്തില് സകല ജീവജാലങ്ങളും മനുഷ്യരുൾപ്പെടെയുള്ള സകലതും മരിച്ചു പോവുകയാണ്, ചത്തൊടുങ്ങുകയാണ്. 3ാമത്തെ കാഹളമൂത്ത് സംഭവിക്കുന്നതോടുകൂടി എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഈ സാഹത്ത്, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ സമയം, സന്ദർഭം തീർച്ചയായിട്ടും അത് വന്നു ചേരും. വന്നസാഴത്ത് ആത്തിയത്തു, അത് വന്നു ചേരും എന്നതിൽ അവിശ്വസനീയമായിട്ട് യാതൊന്നുമില്ല. കാരണം ജീവന്റെ ഒരു തുടിപ്പ് പോലും ഉണ്ടായിരുന്നില്ലാത്ത മണ്ണില് മഴ വർഷിച്ച് അവിടെ നിങ്ങൾ നോക്കി നിൽക്കേ ജീവൻ തുടികൊട്ടി വരുന്നത് എത്രയോ വട്ടം കണ്ടവരാണ് നമ്മളൊക്കെ തന്നെ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇതേപോലെ നിർജീവാവസ്ഥയിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. മനുഷ്യൻ ഒരു ശുക്ലഗണമായിരുന്ന ഘട്ടത്തില് അവനിൽ ജീവനില്ല. അവൻ ഒരു മണ്ണിന്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ അവനിൽ ജീവനില്ല. എന്നാൽ അത് അലക്കത്തും മുളകത്തുമൊക്കെയായി മാറി അതിൽ ജീവൻ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിധത്തില് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശേഷിപ്പുകളായി മണ്ണിലുള്ളത്, അത് മതി. അള്ളാഹുവിന്റെ ഒരു ആജ്ഞ ഉണ്ടാകുമ്പോ അവ ഉയരെടുത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട മനുഷ്യരായി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകാൻ. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാവുകയേ വേണ്ടതുള്ളൂ, അത് സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുമെന്ന ഒരു പ്രസ്താവന വിശുദ്ധ ഖുർആൻ നടത്തുമ്പോ, അള്ളാഹുവിന്റെ ദൂതൻ അവരോട് വെളിപ്പെടുത്തുമ്പോ അവർക്കത് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനോട് ചേർത്ത് വായിച്ച് മനസ്സിലാക്കിക്കോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ബഅസിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിൽ സംശയമാണുള്ളതെങ്കിൽ, അതിനേക്കാൾ സംശയിക്കാവുന്ന ഒത്തിരി ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് നിങ്ങൾ കടന്നു വന്ന് ഈ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നതിന്റെ ചുരുക്കം. അതുപോലെ നിശ്ചയമായിട്ടും അന്ത്യസമയം വരും. അന്ത്യസമയം വരും എന്നതിനുള്ള തെളിവ് ഈ ഭൂമുഖത്ത് തന്നെ ധാരാളമുണ്ട്.
ഭൂമുഖത്ത് ജീവൻ ഉണ്ടായിരുന്ന പലതും ജീവനില്ലാതെയായി മാറിയതാണ്. അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പൊതുജീവൻ വർഷാവർഷം നാമ്പെടുത്ത് വരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതേപോലെ ഇത്രയും ലളിതവും നിസ്സാരവുമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യസമയം ആഗതമാക്കുക എന്ന കാര്യം. അതിലൊരു സംശയവും ഇല്ല, ഒരു സന്ദേഹവും ആവശ്യമില്ല. മാത്രവുമല്ല, ഖബറിടങ്ങളിലുള്ള സകലരെയും അള്ളാഹു പുനർജീവിപ്പിച്ച് വെളിയിൽ കൊണ്ടുവരും. ബാസിന്റെ വേറൊരു രൂപമാണത്. ബാസില് സംശയമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പല ഘട്ടങ്ങളെ അള്ളാഹു പരാമർശിക്കുകയുണ്ടായത്. അതുപോലെ ഭൂമിയെ വരണ്ടുണങ്ങി മൃതപ്രായമായ അവസ്ഥയിൽ നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു അതിനെ പരിവർത്തിതമാക്കുന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അന്ത്യനാള് വരും, അന്ത്യസമയം വന്നെടുക്കും, അതിലൊരു സംശയവും വേണ്ട. അള്ളാഹു ഖബറിടങ്ങളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവരെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട്, അവർക്ക് പുനരുത്ഥാനം നൽകിക്കൊണ്ട് അള്ളാഹു അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവരെയൊക്കെ എണീപ്പിച്ചു കൊണ്ടുവരും. ഇത് സുനിശ്ചിതമായ കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതിൽ യാതൊരു സന്ദേഹവുമില്ല. ഈ ഒരു കാര്യം മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ചിലരെ മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എണീപ്പിച്ചു കൊണ്ടുവന്ന് കാണിക്കുക എന്നൊരു സംഗതിയാണോ വേണ്ടത് എന്നൊരാലോചന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ അങ്ങനെ ഒരു അനുഭവം കാണുകയുണ്ടായി. 300-ലേറെ വർഷങ്ങൾ കിടന്നുറങ്ങിയ, ഗുഹയിൽ വസിച്ച് അവിടെ ഉറങ്ങിപ്പോയ ഒരു സംഘം ആളുകൾ പിന്നെ ജീവനുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു കാര്യം അവിടെ പരാമർശിച്ച് നമ്മൾ കാണുകയുണ്ടായി. വേറെയും ചില എപ്പിസോഡ്സ്, ആനക്ഡോട്ട്സ് ഖുർആനിൽ ഇതുപോലെ മരിച്ച അവസ്ഥയിൽ നിന്ന് പുനർജീവിപ്പിച്ചു കൊണ്ടുവന്ന കാര്യം സൂചിപ്പിക്കുന്ന വിധത്തിൽ 100 വർഷം ഒരാളെ മരിപ്പിച്ച് കിടത്തിയതിന് ശേഷം അയാളും അയാള് യാത്ര ചെയ്തിരുന്ന കഴുതയും ആ അവസ്ഥ, അത് ഖുർആൻ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അർളുൽ മുഖദ്ദസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പരിസരത്തുകൂടി യാത്ര ചെയ്ത ഒരാളുടെ കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ അവിടെ വിവരിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു ബാസിൽ വിശ്വാസം തോന്നാത്ത ആളുകൾ, അതിൽ സംശയം തോന്നുന്ന ആളുകൾ, അവര് പിന്നിട്ട് കടന്നു വന്ന വഴികളെ അല്ലെങ്കിൽ ജീവിതഘട്ടങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കട്ടെ. അക്കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടോ? അച്ഛന്റെ ശുക്ലത്തിന്റെ ഒരു കണിക അമ്മയുടെ ഗർഭപാത്രത്തില് എത്തിയത് മുതലാണ് അവിടെ ഒരു യാത്ര ആരംഭിക്കുന്നത്. ആ ഘട്ടത്തില് പല അവിശ്വസനീയമായ ഫേസസും കടന്നു വന്നുകൊണ്ടാണ് ഇപ്പോ ഈ നിഷേധഭാവത്തില് നിലകൊള്ളുന്ന ഒരാളായിട്ട് തലയെടുപ്പോടുകൂടി എണീറ്റ് നിൽക്കുന്ന ഒരാൾ ഉണ്ടായിട്ടുള്ളത്. അതിലൊക്കെ എത്ര അത്ഭുതകരമായ, അവിശ്വസനീയത തോന്നുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ അവിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്ന ഒരു ഉണ്മ ഉണ്ട് എന്നത് കൊണ്ട് തന്നെ ആരും അതിനെ നിഷേധിക്കാൻ മുതിരാറില്ല. എന്നാൽ കൃത്യതയോടുകൂടി അള്ളാഹു പറയുന്നു, നിങ്ങളെയൊക്കെ കുഴിമാടങ്ങളിൽ നിന്ന് അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരും. അതിൽ യാതൊരു സംശയവുമില്ല. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യമാർഗത്തിലേക്കുള്ള പ്രബോധനത്തെ എല്ലാവിധത്തിലും തടസ്സപ്പെടുത്തിക്കൊണ്ടും അതിനെ നിഷേധിച്ചും തള്ളിക്കളഞ്ഞുമൊക്കെ അതിനോട് പ്രതികരിക്കുകയുണ്ടായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരെ അവസാനമായി ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ഭാഗത്ത്
ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു അവതരിപ്പിക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. മക്ക സൂറത്തുകൾ പിന്നിടുന്നതോടുകൂടി മദീനയിൽ അവതരിക്കുന്ന സൂറത്തുകളിൽ ഇത്തരം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നീ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതിപാദ്യങ്ങൾ വളരെ പരിമിതമായിട്ട് മാത്രം, സാന്ദർഭികമായിട്ടുള്ള പരാമർശങ്ങളായിട്ട് മാത്രമേ വരുന്നുള്ളൂ. മക്കയിൽ അവതരിച്ച സൂറത്തുകളിലാണ് ഈ അടിസ്ഥാന വിഷയങ്ങൾ, അതും മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് മനുഷ്യന്റെ സ്വാഭാവികമായ അന്വേഷണ ത്വരയെ ഉദ്ദീപിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടി ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നു. മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ ഒരു പ്രത്യേകതയാണിത്. ഞാൻ ഈ സൂറത്തിന്റെ പരിചയപ്പെടുത്തുന്ന ആ ആദ്യഘട്ടത്തില് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. 78 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ ആദ്യത്തെ 24 ആയത്തുകള് മക്കയിലെ വളരെ അവസാനത്തെ ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന് ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്ക് മക്കക്കാർക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്ന താക്കീതുകളുടെ ഒരു സംഗ്രഹം എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 24 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അക്കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ ഇന്നലെ നമ്മൾ 5-ാമത്തെ ആയത്ത് വിശദമായിട്ട് മനസ്സിലാക്കിയുണ്ടായി. അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട 2 ആയത്തുകളാണ് ഈ 6ഉം 7ഉം ആയത്തുകൾ. അതാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായത്. മറ്റൊരു ദിശയിലേക്ക് ഈ വിവരണം നീങ്ങുകയാണ് അടുത്ത ആയത്ത് മുതൽ. അപ്പോ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.